കൂടുതൽ യുവാക്കളെയും വനിതകളെയും ഉൾപ്പെടുത്തി CPM-ന് പുതിയ സംസ്ഥാന നേതൃത്വം ഉണ്ടായിരിക്കുന്നു. MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി തുടരും. 89-അംഗ സംസ്ഥാന കമ്മിറ്റിയും 17-അംഗ സെക്രട്ടേറിയറ്റും നിലവിൽ വന്നു. പിണറായി വിജയൻ, MV ഗോവിന്ദൻ, EP ജയരാജൻ, KK ശൈലജ, TM തോമസ് ഐസക്. തുടർഭരണത്തിന്റെ തുടർച്ച പ്രധാന ചർച്ചയായി മാറിയ CPM സംസ്ഥാന സമ്മേളനം പാർട്ടിയുടെ തലമുറ മാറ്റത്തിന്റെ കൂടി സൂചനയാണ്. 89-അംഗ സംസ്ഥാന കമ്മിറ്റിയിൽ 17 പുതുമുഖങ്ങൾ. ഡിവൈഎഫ്ഐയുടെ അമരക്കാരായ V വസീഫും VK സനോജും സംസ്ഥാന കമ്മിറ്റിയിലെത്തി. മന്ത്രി R ബിന്ദു, 5 ജില്ലാ സെക്രട്ടറിമാർ, MLA-മാരായ DK മുരളി, K ശാന്തകുമാരി, കൊച്ചി മേയർ M അനിൽകുമാർ, M പ്രകാശൻ, S ജയമോഹൻ, K പ്രസാദ് തുടങ്ങിയവർ പുതിയ കമ്മിറ്റിയിൽ ഇടം പിടിച്ചു. ക്ഷണിതാക്കളായ ജോൺ ബ്രിട്ടാസ് MP-യെയും AKG സെന്റർ ഓഫീസ് സെക്രട്ടറി ബിജു കണ്ടക്കയെയും സ്ഥിരാംഗങ്ങളാക്കി. മന്ത്രി വീണ ജോർജും ക്ഷണിതാവാണ്. 17-അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ KK ശൈലജയെയും കണ്ണൂർ, എറണാകുളം ജില്ലാ സെക്രട്ടറിമാരായ MV ജയരാജൻ, CN മോഹനൻ എന്നിവരെയും ഉൾപ്പെടുത്തി. AK ബാലൻ, PK ശ്രീമതി, ആനാവൂർ നാഗപ്പൻ എന്നിവരെ പ്രായപരിധിയെ തുടർന്ന് ഒഴിവാക്കി. EP ജയരാജനും TP രാമകൃഷ്ണനും സെക്രട്ടേറിയറ്റിൽ തുടരും. P ജയരാജൻ, P ശശി, മന്ത്രി MB രാജേഷ് എന്നിവരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിച്ചില്ല. വയനാട് ജില്ലാ സെക്രട്ടറിയായിരുന്ന P ഗഗാറിൻ, മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി എന്നിവരെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയത് പ്രായപരിധി മാനദണ്ഡത്തിന്റെ പേരിലല്ല എന്നത് ശ്രദ്ധേയം. 175 പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. KH ബാബുജാൻ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാനും C അജയകുമാർ, P മമ്മിക്കുട്ടി എന്നിവർ അംഗങ്ങളുമാണ്. 24 കൊല്ലം.